കൊലോസ്യർ 2:2 ക്രിസ്തുവെന്ന ദൈവമർമ്മത്തിൻ്റെ പരിജ്ഞാനവും വിവേകപൂർണതയുടെ സമ്പത്തും പ്രാപിപ്പാൻ തക്കവണ്ണം സ്നേഹത്തിൽ ഏകീഭവിച്ചിട്ട് ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണം. ക്രിസ്തു എന്നത് ഒരു ദൈവമർമ്മം ആയിരുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. ഈ ദൈവമർമ്മത്തിൻ്റെ, ഈ രഹസ്യത്തിൻ്റെ അർത്ഥം എന്താണെന്ന് അപ്പോസ്തലൻ 1-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു. അതായത് മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു എന്നുള്ളത് തന്നെ. ഈ ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനവും വിവേകവും അതൊരു സമ്പത്താണ്. അത് പൂർണ്ണതയിൽ നാം പ്രാപിക്കണമെങ്കിൽ നാം സ്നേഹത്തിൽ വസിക്കണമെന്ന് നമ്മെ അപ്പോസ്തലൻ പ്രബോധിപ്പിക്കുന്നു. എല്ലാറ്റിനും മീതെ സമ്പൂർണ്ണതയുടെ ബന്ധമായ സ്നേഹം ധരിപ്പീൻ എന്ന് 3:14 പറഞ്ഞിരിക്കുന്നു. അപ്പോൾ സ്നേഹമാണ് നാം ഏറ്റവും പുറത്ത് ധരിക്കേണ്ട വസ്ത്രമായി ഇവിടെ അപ്പോസ്തലൻ പറയുന്നത്. നമ്മെ ഒരു വ്യക്തി കാണുമ്പോൾ നാം ധരിച്ചിരിക്കുന്ന വസ്ത്രമാണ് ആദ്യം കാണുന്നത്. റോമർ 13:14 കർത്താവായ യേശു ക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുവിൻ എന്നെഴുതിയിരിക്കുന്നു. 1 യോഹന്നാൻ 4:8 ദൈവം സ്നേഹം തന്നെ എന്നെഴുതിയിരിക്കുന്നു. അപ്പോൾ നാം ക്രിസ്തുവിനെ ധരിച്ചവരാകുമ്പോൾ സ്നേഹം ധരിച്ചവരായി തീരുന്നു. നാം യൂണിഫോം ധരിക്കുമ്പോൾ നാം ഇന്നിടത്ത് പഠിക്കുന്നു, ഇന്ന ജോലി ചെയ്യുന്നു, ഇന്ന സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു എന്നൊക്കെ മറ്റുള്ളവരെ നാം അറിയാതെ തന്നെ അറിയിക്കുകയാണ്. അപ്രകാരം നാം ദൈവമക്കൾ ആകുന്നു എന്നും ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു എന്നും നാം ആ സൗരഭ്യവാസന പരത്തുന്നവർ ആണെന്നും ലോകത്തെ അറിയിക്കുന്നത് നമ്മുടെ സ്നേഹത്തിലൂടെയാണ്. കർത്താവ് നമ്മെ സ്നേഹിക്കുന്നത് ഉപാധികൾ ഇല്ലാതെയാണ്. ഒരു കണ്ടീഷനുമില്ല നമ്മുടെയും ദൈവത്തിൻ്റെയും ഇടയിലെ സ്നേഹത്തിന്. ക്രിസ്തു എന്ന ദൈവമർമ്മത്തിൻ്റെ പരിജ്ഞാന ശ്രേഷ്ഠത നാം ദിവസം പ്രതി പ്രാപിച്ചു വളരണം. നമ്മുടെ ഭവനത്തിൽ പുതുതായി ഒരു വ്യക്തി വന്നാൽ നാളുകൾ കഴിയും തോറും ആ വ്യക്തിയെ നാം കൂടുതൽ മനസ്സിലാക്കുന്നു. അപ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക്, ജീവിതത്തിലേക്ക് വന്ന ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനവും വിവേകവും നാം എത്ര ഘനത്തിൽ പ്രാപിക്കേണ്ടതുണ്ട്. അതൊരു ധനമാണെന്ന് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നു. അത് ഏറ്റവും ശ്രേഷ്ഠകരമായി പ്രാപിക്കുവാൻ സാധിക്കുന്നത് സ്നേഹത്തിലൂടെയാണ്. അത് നമ്മുടെ ഹൃദയങ്ങൾക്കും ജീവിതങ്ങൾക്കും ആശ്വാസം നൽകുന്നു. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ ആ ക്രിസ്തുവിനെക്കുറിച്ച് കൂടുതൽ പരിജ്ഞാനവും വിവേകവും പ്രാപിച്ച് നാം സമ്പന്നർ ആയി തീരുവാൻ, സ്നേഹത്തിൽ വസിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയപിതാവേ, സ്നേഹത്തിൽ വസിച്ച് ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനവും വിവേകവും പ്രാപിച്ചു വളരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. ഗോഡ് ബ്ലെസ് us all.